நாளையிலிருந்து திமுக என்கின்ற கட்சி தமிழகத்தில் ஆட்சியிலிருந்து அகற்றப்படும் வரை நான் செருப்பு போட மாட்டேன். ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത്. അതിൽ കുറച്ചുകൂടി നീളമുണ്ട്, അത് പ്രേക്ഷകർക്ക് നമുക്കൊന്ന് കേൾക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം നാളെ തൊട്ട് ഇനി ചെരിപ്പിടില്ല എന്നാണ്. അതിന് കാരണമുണ്ട്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്കൊന്ന് കേൾക്കാം. நாளையிலிருந்து திமுக என்கின்ற கட்சி தமிழகத்தில் ஆட்சியிலிருந்து அகற்றப்படும் வரை நான் செருப்பு போட மாட்டேன். செருப்பு போட மாட்டேன். அந்த அரசியல் நாடு 3 வருஷம் பண்ணி பார்த்துட்டேன். அது ஒரு முடிவு வரணும். இன்னைக்கு முடிவு வந்தே ஆகும். சும்மா இத்தனை நாளைக்கு எத்தனையாக நானும் வண்டி ஓட்டுறது, வந்தது வேறு செய்வது வேறு, நடந்து கொண்டிருப்பது. நாளையிலிருந்து திமுக ஆட்சியிலிருந்து அகற்றப்படும் வரை இந்த பத்திரிகையாளர் சந்திப்பு முடிச்சு செருப்பை கழித்தோம்னா நீ ஆட்சியிலிருந்து இறங்குற வரைக்கும் நான் செருப்பு போட மாட்டேன். பார்க்கலாம். நாளையிலிருந்து 48 நாட்கள் நான் விரதம் இருக்க போகிறேன். ഫെബ്രുവരി 2ാം വാരം முடியும். 6 പടை വീട്ടിലേക്ക് ഞാൻ പോകാൻ പോകും. ഇവിടെ ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പറയുന്നത് ഇങ്ങനെയാണ്: തിമുക, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം, DMKയുടെ സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുന്നത് വരെ ഞാൻ ഇനി ചെരിപ്പെടുത്തില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നാളെ തൊട്ട് 2 ദിവസത്തേക്ക് അദ്ദേഹം 48 മണിക്കൂർ വ്രതമെടുക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 23-ാം തീയതി ചെന്നൈയിൽ തമിഴ്നാട്ടിൽ വലിയൊരു അപകടം നടന്നിരുന്നു. രാത്രി ക്രിസ്മസിൻ്റെ ഭാഗമുള്ള പ്രാർത്ഥന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയായിരുന്നു ഒരു പെൺകുട്ടിയെ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ പ്രതിക്ക് DMKയുമായിട്ടും DMK നേതാക്കളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം വിളിച്ചത്. ആ സമ്മേളനത്തിനിടെയാണ് അദ്ദേഹം പറയുന്നത്, DMK സർക്കാരിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ ചെരുപ്പെടുത്തുള്ളൂ. ഞാൻ ചെരുപ്പെടുത്ത് മാറ്റുകയാണ്, നാളെ തൊട്ട് ഞാൻ ചെരുപ്പെടുത്തില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നമ്മൾ കേരളത്തിൽ കണ്ടൊരു സിനിമയുണ്ട്, ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായ സിനിമ. അതിൽ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയുടെ പേര്. മഹേഷിനകത്ത് ആ സിനിമയ്ക്കകത്ത് നായകനാണെങ്കിൽ തന്നെ തല്ലിയിട്ട് പോയ വില്ലനെ തിരിച്ചു തല്ലിയതിനു ശേഷം മാത്രമേ ചെരുപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ചെരുപ്പെട്ടത്. അതുപോലത്തെ ഒരു പ്രതിജ്ഞയാണ് ഇപ്പോൾ ഇവിടെ കെ അണ്ണാമല എടുത്തിട്ടുള്ളത്. DMK അധികാരത്തിൽ നിന്ന് മാറ്റിയതിന് ശേഷം മാത്രമേ താൻ ചെരുപ്പെടുത്തുള്ളൂ എന്ന്. അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെടുത്തതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ DMK അധികാരത്തിൽ മാറിയാൽ അദ്ദേഹം ചെരുപ്പിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. BJP അധികാരത്തിൽ എത്തിയാലേ ചെരുപ്പിടൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന ശ്രദ്ധേയമായ കാര്യമാണ്. BJPക്ക് എന്തായാലും ഒറ്റയ്ക്ക് അവിടെ അധികാരത്തിലെത്താൻ പറ്റത്തില്ലെന്ന കാര്യം ഏകദേശം ഉറപ്പുമാണ്. മാത്രമല്ല ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ BJP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപ് വരെ തമിഴ്നാട്ടിൽ അണ്ണാ DMKയുമായിട്ടും ചേർന്ന് ഒരു സഖ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അണ്ണാ DMKയുമായിട്ടുള്ള സഖ്യം പൊളിയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അണ്ണാമലയായിരുന്നു. അണ്ണാമല എത്തിയതിനു ശേഷമാണ്, സംസ്ഥാന അധ്യക്ഷനെ അണ്ണാമല എത്തിയതിനു ശേഷമാണ് അണ്ണാ DMKയുമായിട്ടുള്ള സഖ്യം പൊളിഞ്ഞു തുടങ്ങിയത്. ആ സമയത്ത് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന, സംസ്ഥാന സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയായിരുന്നു അണ്ണാ DMK. അവരോടുള്ള സഖ്യം പൊളിഞ്ഞു തുടങ്ങിയത് അണ്ണാമല സംസ്ഥാന അധ്യക്ഷൻ എത്തിയതിനു ശേഷമായിരുന്നു. അതിനുശേഷം പിന്നെ ലോക്സഭാ ഇലക്ഷനിലും പിന്നെ അത് തൊട്ട് മുമ്പത്തെ നിയമസഭാ ഇലക്ഷനിലും വമ്പൻ തിരിച്ചടിയാണ് 2 പാർട്ടികൾക്കും കിട്ടിയത്. ലോക്സഭാ ഇലക്ഷനിൽ 2024 ലോക്സഭാ ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റ് പോലും അണ്ണാ DMKയ്ക്കോ BJPക്കോ തമിഴ്നാട്ടിൽ നിന്ന് ജയിക്കാൻ പറ്റിയില്ല. 40 സീറ്റും ഇന്ത്യ സഖ്യത്തിനായിരുന്നു. DMK നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിനായിരുന്നു തമിഴ്നാട്ടിലെ 40 സീറ്റുകളും. മാത്രമല്ല അണ്ണാ DMKയ്ക്കും DMKയ്ക്കും എതിരായിട്ട് അണ്ണാമല മത്സരിച്ച കോയമ്പത്തൂരിൽ DMK വ്യക്തമായ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു. അതുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ DMKയെ തോൽപ്പിച്ച് തമിഴ്നാട്ടിൽ അധികാരത്തിലെത്താൻ സാധിക്കത്തില്ല. മുഖ്യ പ്രതിപക്ഷമായ അണ്ണാ DMKയ്ക്ക് തന്നെയാണ് സാധ്യത. പക്ഷേ അണ്ണാ DMKയ്ക്കും പഴയ പോലെ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജയലളിതയുടെ മരണത്തിന് ശേഷം ആ പാർട്ടി 2ആയിട്ട് പിളർന്നു കഴിഞ്ഞിരുന്നു. പന്നീർസെൽവത്തിൻ്റെ പാർട്ടി ഇപ്പോൾ BJPയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, എടപ്പാടി പളനിസ്വാമി BJPക്ക് എതിരായിട്ട് നിൽക്കുന്ന, മാത്രമല്ല ദിനകരൻ്റെ പാർട്ടി കൂടിയുണ്ട്. അങ്ങനെ 3ആയിട്ട് പിളർന്ന് നിൽക്കുന്ന അണ്ണാ DMKയ്ക്ക് ഇനി DMK തോൽപ്പിക്കാനാകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനിടയിലേക്ക് നടൻ വിജയുടെ പുതിയ തമിഴക വെട്ടർ കഴകം എത്തിയിട്ടുണ്ട്. ആ സമയത്താണ് DMK തോറ്റാൽ മാത്രമേ, DMK അധികാരത്തിൽ നിന്ന് മാറിയാൽ മാത്രമേ താൻ ചെരുപ്പിടുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ള, പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്. അദ്ദേഹം സീരിയസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടെ കാണാം. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇനി അടുത്ത 2026 മെയ് വരെയെങ്കിലും എന്തായാലും ചെരുപ്പിടാൻ പോകുന്നില്ല.
2026 ശേഷം വീണ്ടും ഒരു 5 വർഷം ചെരിപ്പിടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ ഉള്ളത്. ലോക്സഭാ ഇലക്ഷനും പിന്നെ മറ്റ് ഇലക്ഷൻ പരിശോധിക്കുമ്പോഴത്തേക്കും DMKയുടെ അപ്രമാദിത്വത്തിന് ഇതുവരെ ഇടിവ് വന്നിട്ടില്ല. ആ സമയത്താണ് താൻ ഇനി ചെരിപ്പെടുത്തില്ലെന്ന്, DMKയുടെ സർക്കാർ മാറാതെ താൻ ഇനി ചെരിപ്പെടുത്തില്ലെന്ന് അണ്ണാമല വ്യക്തമാക്കിയിട്ടുള്ളത്.